രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 2.59% കേരളത്തിൽ നിന്നാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന നികുതി വിഹിതം 1.92%. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.9 വീതമാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് വെട്ടിക്കുറച്ചത്. വായ്പാ പരിധിയിൽ പോലും വെട്ടിക്കുറവുണ്ടായി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2 ലക്ഷം കോടിയോളം രൂപ കേന്ദ്രം നിഷേധിച്ചു. നികുതി വിഹിതത്തിലെ മാറ്റം വഴി 15,000 കോടിയോളം രൂപ കേരളത്തിന് നഷ്ടമായി. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 20 മുതൽ 25% വരെ മാത്രമാണ് കേന്ദ്രവിഹിതം. എന്നാൽ മറ്റ് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് 80% വരെയുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനാൽ സാമ്പത്തികമായി ഞെരുക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് കേരളം നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിച്ചത് എന്ന സവിശേഷത കൂടി നാം കാണേണ്ടതുണ്ട്. ഇന്ന് പ്രമുഖ സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാന കണക്കിൽ 11ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് കേരളം ഉയർന്നിട്ടുണ്ട്. ഇതടക്കം പലതും ശരിയായ വികസന പാതയിലാണ് നാം എന്നതിൻ്റെ തെളിവുകളാണ്. പക്ഷേ ഇതിൽ തൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടാൻ നമുക്കാവില്ല. ലക്ഷ്യത്തിലെത്താനുള്ള വേഗം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങളാണ് ഈ കോൺഗ്രസിൽ ചർച്ച ചെയ്യേണ്ടത്. ലോകം അതിവേഗം മാറുകയാണ്. തൊഴിൽ സംസ്കാരത്തിലും ഉൽപാദനത്തിലും തുടങ്ങി മനുഷ്യരുടെ നിത്യജീവിതത്തിൽ വരെ ആ മാറ്റം പ്രകടമാണ്. ലോകത്താകെയുള്ള സ്ഥിതി പരിശോധിച്ചാൽ 2 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ട ഘട്ടമാണ്. ഒന്ന് വികസനം, 2 ജനാധിപത്യം. ഇവ രണ്ടും അതിൻ്റെ യഥാർത്ഥാർത്ഥത്തിൽ ലോകത്ത് നടപ്പാക്കപ്പെടുന്നുണ്ടോ? മുതലാളിത്തത്തിന് വളരാനും അതുവഴി അതിസമ്പന്നർക്ക് കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കാനുമുള്ള ഉപാധിയായി വികസനം മാറിക്കൊണ്ടിരിക്കുന്നു. മുതലാളിത്തത്തിന് പഥ്യമല്ലാത്ത ജനാധിപത്യ സർക്കാരുകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. ജനാധിപത്യത്തെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ വ്യാജമാർഗങ്ങളിലൂടെ അധികാരത്തിലേക്ക് എത്തുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് നാം വികസനത്തെയും ജനാധിപത്യത്തെയും എങ്ങനെ സമീപിക്കുന്നു എന്ന ചർച്ചകൾ ഉണ്ടാകേണ്ടത്.